ഭഗവത്ഗീത പഠിക്കുന്ന മുമ്പ് അതിൻ്റെ വിവരങ്ങൾ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നു. ധരോവാച, ഭൂമിദേവി ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഭഗവാൻ പരമേശാന ഭക്തിരവിവിചാരണീ പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. ഭൂമിദേവി ചോദിക്കുന്നു, ഭഗവാനെ, പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് ചാഞ്ചല്യമില്ലാത്ത ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക? കഷ്ടങ്ങളുണ്ടാവുന്നവന് അനന്യമായ ഭക്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഭഗവാനോട് ചോദിക്കുകയാണ് ഭൂമിദേവി. ഭഗവാൻ പറയണു, വിഷ്ണുർവാചാം പ്രാരബ്ധം ഭുജ്യമനോഹീം ഗീതാഭ്യസരതഃ സദാ സമുക്ത സസുഖീ ലോകേ കർമ്മണാനോപലഭ്യതേ. ഭഗവാൻ പറയുന്നു, പ്രാരബ്ധം അനുഭവിക്കുന്നതാണെങ്കിലും ഗീതാ പഠനത്തിൽ സദാ തൽപരനാണെങ്കിൽ, അതായത് ഗീത പഠിക്കാൻ എപ്പോഴും താല്പര്യം ഉണ്ടാവുന്ന ആൾക്ക്, അതായത് അയാൾക്ക്, അങ്ങനെയുള്ള ആൾ സുഖിയും മുക്തനുമായി തീരും. കർമ്മം അവനെ ബാധിക്കില്ല. അതായത് ഭഗവാന്റെ ഈ ഭഗവത്ഗീത എന്നും പഠിക്കണമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവനെ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ മെല്ലെ, അതായത് മെഴുകുതിരിയിൽ കത്തുന്ന മെഴുകു ഉരുകി പോകുന്ന മാതിരി പ്രാരബ്ധം പോകും. അവൻ സുഖിയും മുക്തനുമാകും. പ്രാരബ്ധം അവനെ ബാധിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അത് ഏത് രീതിയിൽ ബാധിക്കില്ല, എൻ്റെ ഒന്നുള്ള പാപങ്ങളും ഉണ്ടാവില്ല എന്ന് പറയുന്നതിനെ പറ്റി ഒന്നും കൂടി പറഞ്ഞു ഭഗവാൻ. മഹാപാവാദിപാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുറുവന്തി നളിനീദളമംഭുവത്. താമരയിൽ ജലം എങ്ങനെ പറ്റിപ്പിടിക്കുന്നില്ലയോ അതുപോലെ ഗീതാധ്യാനം ചെയ്യുന്നതിന് മഹാപാപം തുടങ്ങിയ പാപങ്ങളൊന്നും സ്പർശിക്കുന്നില്ല. ഭഗവാന്റെ ഗീത പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനുള്ള പാപങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി അലിഞ്ഞു പോകും, മെഴുകുതിരി കത്തിപ്പോകുന്ന മാതിരി വരും. മാത്രമല്ല ഭഗവാനെ പൂർണ്ണമായി ഉത്തരവാദിത്വം പറയുന്നു, ബാധിക്കുന്നില്ല. താമരയിൽ ജലം എങ്ങനെ പറ്റിപ്പിടിക്കുന്നുണ്ടോ അതുപോലെ അവരെ പാപങ്ങളൊന്നും സ്പർശിക്കുന്നില്ല. മാത്രമല്ല ഗീതായാഃ പുസ്തകം യത്ര പാഠപ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്രവേ. ഈ ഭഗവാന്റെ ഭഗവത്ഗീത എന്നുള്ള നിധി ഗ്രന്ഥം ഉള്ളിടത്ത്, ഗീതാ പഠനം നടക്കുന്നിടത്തും പ്രയാഗാദി സകല തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ട്. പ്രയാഗാദി അതായത് ഋഷികേശ് മറ്റുള്ള സ്ഥലത്തുള്ളതായ ആ 3 നദികൾ, ഗംഗ, അളകന്ത, ഭാഗീരഥി കൂടുന്ന സ്ഥലമാണ് പ്രയാഗാദ്. അങ്ങനെയുള്ളതായ നദികളുള്ളതായ സാന്നിധ്യമുണ്ടെന്നും പറയുന്നു. സർവേ ദേവാസ ഋഷയോ യോഗിന പന്നകാശ്ചയേ ഗോപാല ഗോപികാവാപി നാരദോദ്ധവ പാർഷദേ സഹായോ ജായതേ ശീഘ്രം എത്ര ഗീതാ പ്രവർത്തതേ. മാത്രമല്ല ഗീതാ പഠനം നടക്കുന്നിടത്ത് എല്ലാ ദേവന്മാരുടെയും ഋഷിമാരുടെയും യോഗികളുടെയും മഹാന്മാരുടെയും സർപ്പങ്ങളുടെയും ഗോപിമാരുടെയും നാരദൻ, ഉദ്ധവൻ മുതലായ തുടങ്ങിയ പാർഷദന്മാരുടെയും സാന്നിധ്യമുണ്ടാവും. അപ്പോൾ ഗീത പഠിക്കുന്നത് എത്ര വലിയ ഒരു മഹത്തായ കാര്യമാണെന്നോ, ഇത്രയും ആൾക്കാരുടേതായ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. രാമായണം പഠിക്കുമ്പോൾ ഹനുമാനിൻ്റെ, ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ഭഗവാന്റെ ഈ ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് ഇത്രയും ആളുകളുടെ സാന്നിധ്യമുണ്ട്. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. കൂടാതെ പറയും, മാത്രമല്ല അല്ലയോ ഭൂമി, ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ഗീതാവിചിന്തനം നടത്തുകയും ചെയ്യുന്നിടത്ത് ഞാൻ എപ്പോഴും വസിക്കുന്നു. ഭഗവാനെ ഈ ഗീത പഠിക്കുമ്പോൾ ഭഗവാനും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതേ നമുക്ക് മതിയല്ലോ. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഈ ഗീതാ പഠനം എന്നും ഉണ്ടായാൽ ആ സ്ഥലവും പഠിക്കുന്ന സ്ഥലവും പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എത്ര മഹത്തായതായ പാപങ്ങൾ തീർന്ന് നല്ല ഗുണത്തെ വർദ്ധിപ്പിക്കുന്നത് മനസ്സിലാക്കാം. കൂടെ ഇനിയും വീണ്ടും പറയുന്നു, ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാമേ ചോത്തമം ഗ്രഹം ഗീതാജ്ഞാനമാശ്രിത്യ ത്രീൻ ലോകാം പാലയാമ്യഹം. ഭഗവാൻ പറയണം, ഭഗവാനെ ഈ ഗീതയുണ്ടായ തത്വത്തെയും ആത്മതത്വങ്ങളെ ആശ്രയിച്ച് ഞാൻ സ്ഥിതി ചെയ്യുന്നു പറയുന്നു. അതിൻ്റെ
ഭഗവാൻ മാത്രമല്ല, ഭഗവാൻ അതിൻ്റെ ഉത്തമഗ്രഹമാകുന്നു, ഭവനമാകുന്നു. ഗീതാജ്ഞാനത്തെ ആശ്രയിച്ച് ഞാൻ 3 ലോകങ്ങളിൽ രക്ഷിക്കുന്നു. ഈ ഗീതയിൽ പറയുന്നതായ തത്വങ്ങളെയും കാര്യങ്ങൾ കർമ്മങ്ങളെയും ആശ്രയിച്ച് 3 ലോകങ്ങളിൽ രക്ഷിക്കുന്നു ഭഗവാൻ തന്നെ പറയുന്നു. ഇതിൽ മീതെ നമുക്ക് വേറെ എന്താ വേണ്ടത്? ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപാ ന സംശയ അർദ്ധമാത്രക്ഷര നിത്യ സാനിർവാച്യപദാത്മഹ. ഗീത ഭഗവാന്റെ ബ്രഹ്മസ്വരൂപമായ വിദ്യയാവുന്നു. ഭഗവാൻ പറയുന്നു, മനുഷ്യർക്കായി പറഞ്ഞു കൊടുത്തത് ഭഗവാൻ തന്നെ ചെയ്യുന്നതാണ് രീതിയിൽ, ഭഗവാൻ തന്നെ അതിൻ്റെ രീതിയിൽ നടക്കുന്നു എന്നാൽ തന്നെയല്ലേ മനുഷ്യരും അതുപോലെ നടക്കുകയുള്ളൂ. അത് താൻ ശ്രേഷ്ഠൻ ഏത് ചെയ്യുന്നവോ അത് തന്നെ ജനങ്ങൾ സ്വീകരിക്കുള്ളൂ. അത് പറയുന്ന മാതിരി ഭഗവാൻ എങ്ങനെയുള്ള ലോകത്തെ സൃഷ്ടിസ്ഥിതിച്ച് അതിനു വേണ്ടതായ ജീവിതചര്യകളും പറഞ്ഞു കൊടുക്കുന്നുവോ അതുപോലെ ഭഗവാനും മനുഷ്യരും ചെയ്യണം എന്നുള്ള രീതിയിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു. മാത്രമല്ല, ചിദാനന്ദേന കൃഷ്ണേന പ്രോക്ത സമുഖതോർജനം വേദത്രയീപരാനന്ദ തത്വജ്ഞാനസംഹ്യാം. ചിദാനന്ദമൂർത്തിയെ ഭഗവാനാൽ നേരിട്ട് അർജുൻ ഉപദേശിക്കപ്പെട്ട ഈ ഗീത പരമാനന്ദപ്രദവും തത്വാർത്ഥജ്ഞാനയുക്തവുമാവുന്നു. യോഷ്ടാദശജവോ നിത്യം നരോ നിശ്ചലമാനസാം ജ്ഞാനസിദ്ധിം സ ലഭതേ തതോ യാതി പരംപദാം. ഏതൊരാൾ നിശ്ചല മനസ്സോടെ 18 അധ്യായങ്ങളും നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ ജ്ഞാനസിദ്ധി തേടി പരമപദത്തെ പ്രാപിച്ചു. 747 ശ്ലോകങ്ങളുള്ള ഈ 18 അധ്യായം നിത്യവും പാരായണം ചെയ്താൽ അയാൾ ജ്ഞാനസിദ്ധി നേടി പരമപദത്തെ പ്രാപിക്കും, വലിയ ഉയർന്ന നിലയ്ക്ക് കൊണ്ടുപോകും എന്ന് ഭഗവാൻ പറയുന്നു. പടേ സമർത്ഥ സമ്പൂർണേ തദോർദ്ധം പാഠമാചരേത് തഥാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയ. ഗീത മുഴുവൻ പാരായണം ചെയ്യാനാവാതെ വന്നാൽ കൂടി പകുതിയെങ്കിലും പാരായണം ചെയ്താൽ അപ്പോൾ ഗോദാനം ചെയ്ത ഫലം ലഭിക്കും. 18 അധ്യായങ്ങളിൽ 9 അധ്യായങ്ങളെയും പഠിച്ചാൽ ഗോദാനം ചെയ്താൽ എന്ത് ഫലമോ അത് കിട്ടുമെന്ന് പറയുന്നു ഭഗവാൻ. ത്രിഭാഗം പാഠമാനസ്തു ഗംഗാ സ്നാനം ഫലം ലഭേത് ഷഡശം പാഠമാനസ്തു സോമായാഗഫലം ലഭേത്. 3/1 പാരായണം ചെയ്യുന്ന 18 അധ്യായത്തിൽ 3/1 പാരായണം ചെയ്താൽ എങ്ങനെയാണ് ഗംഗാസ്നാനത്തിൻ്റെ ഫലവും 6/1 ഭാഗം പഠിക്കുന്നതിന് സോമയാഗത്തിൻ്റെ ഫലവും പറയുന്നു. അത് 3/1 ഭാഗം പാരായണം ചെയ്താൽ ഗംഗാ സ്നാനം ചെയ്ത ഫലം കിട്ടും. 6/1 ഭാഗം ചൊല്ലുന്നവന് സോമയാഗത്തിൻ്റെ ഫലവും ലഭിക്കുന്നു. എന്നാൽ കേകാധ്യായം തുയോം തു നിത്യം പഠതേ ഭക്തിസമയുത ദരിദ്രലോകം അവാപ്നോതി ഗണം ഭൂത്വാ പദേ വസേച്ചിരം. ഇപ്പോഴത്തെ കാലസ്ഥിതിക്ക് 18 അധ്യായങ്ങളും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. 2 ഭാഗം പകുതി ഭാഗം പഠിക്കാൻ പറ്റിയില്ല. ഇവരിലെ 3 ഭാഗങ്ങളിൽ 1 പഠിക്കാനും പറയുന്നുണ്ട്. അതിൻ്റെ ഗംഗാസ്നാനം പറയുന്നുണ്ട്. 6/1 ഭാഗം പഠിച്ചാൽ സോമയാഗത്തിൻ്റെ ഫലം പറയും. എന്നാൽ ഏതൊരാൾ ഗീതയിൽ 1 അധ്യായമെങ്കിലും പഠിച്ചാൽ നിത്യവും 1 അധ്യായം നിത്യപാരായണം ചെയ്താൽ കൂടി അയാൾ രുദ്രലോകം പ്രാപിച്ച് ശിവഗണങ്ങൾ ഒന്നായി ദീർഘകാലം അവിടെ വസിക്കും. 18 അധ്യായങ്ങളോ 3/1 6/1 പഠിക്കാൻ വേണ്ടി 1 അധ്യായമെങ്കിലും പഠിക്കാം. അതും പറ്റില്ല വെച്ചാൽ പറയുന്നു. അധ്യായം ശ്ലോകപാദം വാം നിത്യം പഠതേ നരഹാം സയാതി നരതാ മന്വന്തരം യാവത് സുന്ദരീം. അല്ലയോ ഭൂമിദേവി, ഗീതയെ 1 അധ്യായമോ 1 ശ്ലോകമോ 1 ശ്ലോകപദമോ പതിവായി പാരായണം ചെയ്യുന്ന മന്വന്തര അവസാനം വരെ മനുഷ്യജീവിതം തന്നെ ലഭിക്കും. ഇനിയും ഭഗവാൻ ഇറക്കി കൊണ്ട് നിനക്ക് ഇത്രയും പറ്റില്ലെങ്കിൽ അത്രയും ചെയ്യുക, അത്രയും പറ്റില്ലെങ്കിൽ അത് 1 അധ്യായം പറ്റിയെങ്കിൽ 1 ശ്ലോകമോ ശ്ലോകപദമോ പതിവായി പാരായണം ചെയ്യുന്നതിന് മന്വന്തര അവസാനം വരെ മനുഷ്യജീവിതം ലഭിക്കുന്നു. ഈ ലോകം മന്വന്തരം അവസാനിക്കുന്നത് മനുഷ്യജീവിതം കിട്ടുമെന്ന് പറയുന്നു. ഗീതായ ശ്ലോകം ദശഹാം സപ്തപഞ്ചചതുഷ്ടകം ദൗത്രീനേകം തദർത്ഥം വാ ശ്ലോകാനാം യപ്പടേ നരഹാം ചന്ദ്രലോകമവാപ്നോതി വൃക്ഷാണാമായുധം ധ്രുവം ഗീതാപാഠസമായുക്തോ മൃതോപമാനുഷതാം വ്രജേത്. ഗീതാഭ്യാസം പുനഃകൃത്വാ ലഭതേ മുക്തമാം ഗീതേ തുച്ഛാരസംയുക്തോ പ്രയമാണോ ഗതിം ലഭേത്.
ഇനിയും പറയുന്നുണ്ട് ഭഗവാൻ. നമ്മളുടെ ജീവിതത്തിലേക്ക് ഇനി കുറച്ചുകൂടി നമ്മളെ ലളിതമാക്കി ആക്കാനാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു തരണം. അങ്ങനെയെങ്കിൽ നീ ശ്രമിക്കുക എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ദിവസം നിത്യവും പഠിക്കുക എന്നുള്ള രീതിയിൽ ഭഗവാൻ പറയാൻ വേണ്ടി ചെയ്യണം. ഗീതയിലെ 10, 7, 5, 4, 3, 2, 1 ശ്ലോകമോ ഈ എന്നുള്ള കുറഞ്ഞ പക്ഷം പകുതി ശ്ലോകമെങ്കിലും പഠിക്കുന്നവൻ ചന്ദ്രലോകത്തിൽ 10,000 വർഷം വസിക്കുന്നു. എന്നതിന് ശേഷം ഗീത പഠിക്കുന്നതിന് ഉത്തമ മുക്തിയും ഗീത എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നതിന് സദ്ഗതിയും ലഭിക്കും. ആ മഹത്വത്തിൻ്റെ പറയണം. ഗീതാർത്ഥശ്രവണാസക്തോ മഹാപാപയിതോ വിവാം വൈഉണ്ണം സമാപ്നോതി വിഷ്ണുനാ സഹമോദിതേ. മഹാപാപം ചെയ്താനായാലും ഗീതാർത്ഥ തൽപരനായാൽ വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണുവിനോട് ചേർന്ന് ആനന്ദിക്കും. അതായത് ഭഗവാന്റെ ശരീരം, അത് സാലോക്യം, സാമീപ്യം, സാഷ്ട്യം, സാമീപ്യം, സാരൂപ്യം, ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഭഗവാന്റെ സമീപം കിട്ടാൻ ഭാഗ്യമാണ്. അപ്പോൾ മഹാപാപം ചെയ്താൽ കൂടി ഗീത പഠിക്കുന്നതിൽ താല്പര്യമുണ്ടായാൽ ഭഗവാന്റെ വൈകുണ്ഠസ്ഥാനം തന്നെ ലഭിക്കുമെന്നാണ് ഭഗവാൻ ഉറപ്പ് പറയും. ഗീതാർത്ഥം ദായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശഃ ജീവൻ മുക്ത സ വിജ്ഞേയോ ദേഹാന്തേ പരമം പദം. പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗീതാർത്ഥത്തെ എന്നും ധ്യാനിക്കുന്നവൻ ജീവമുക്തമാണ്. അവൻ മരണശേഷം പരമപദം പ്രാപിക്കും. അതേ ഭഗവാന്റെ ഈ ഗീത പഠിക്കുമ്പോൾ അയാൾ അതിൽ എന്തൊക്കെ പറയുന്നതോ അതൊക്കെ നമുക്ക് താനേ ഓർമ്മ വരും. പക്ഷെ അത് തന്നെ നമ്മളത് നിത്യജീവിതത്തിലേക്ക് അത് ധ്യാനിക്കുന്നവന് പരമഗുണങ്ങൾ ഉണ്ടാക്കുന്നു. ഭഗവാൻ തന്നെ പറയുന്നു. ഗീതാമാശ്രിത്യ ബഹവോ ബുഭുജ ജനകാദയാ നിർദൂതകൽമഷാലോകേ ഗീതായാത പരംപദ. ജനകാദികളായ ജനക മഹാരാജാവ് ഇങ്ങനെ മുതലായ അനേക രാജാക്കന്മാർ ഗീതയെ ആശ്രയിച്ച് പാപം അകന്നവരെ പരമപദം പ്രാപിച്ചു. അത് ജനകാദികളായ മഹാന്മാരെ ഗീതയിൽ പറയുന്നവരുള്ളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച് അവർ പരമപദം പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഗീതായ പഠനം കൃത്വാ മാഹാത്മ്യം നൈവ പഠേത് വൃഥാ പാഠോ വേദ് ഭവത്യസാം ശ്രമ ഏവ ഹൃദാഹൃദഃ. ഗീത വായിച്ചിട്ട് ഈ ഗീതാ മാഹാത്മ്യം എന്നുള്ള ഈ ശ്ലോകം പഠിച്ചിട്ടേ അത് പഠിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇത് പഠിച്ച ശേഷം അത് ഗീതാ പാരായണം തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. ഏതാ മാഹാത്മ്യ സംയുക്തം ഗീതാഭ്യാസം കരോതി സ തൽഫലമവാപ്നോതി ദുർലഭാം ഗതിമാപ്നയ. ഈ മാഹാത്മ്യത്തോടെ ഗീതാപാരായണം ചെയ്യുന്നതിന് തൽഫലമായ ദുർലഭമായ പദത്തെ പ്രാപിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മാഹാത്മ്യത്തോടെ ഗീത പാരായണം ചെയ്യുമ്പോൾ ഒരു ചഞ്ചലമില്ലാത്ത, ദുഃഖമില്ലാത്ത, മറ്റുള്ള ബുദ്ധിമുട്ട് വശങ്ങളില്ലാത്തതായ സർവ്വസന്തോഷവും ഗുണങ്ങളും പരമപദം പ്രാപിക്കുന്നു. സൂത ഉവാചാം മാഹാത്മ്യമേത ഗീതായ മയാ പ്രോക്തം സനാതനം ഗീതാന്തേജ പഠേതസ്തു യദ്യുക്തം തൽഫലം ലഭേൻ. സൂതമഹർഷി പറയുകയാണ്, എന്നാൽ പറയപ്പെട്ട ഈ ഗീതാ മഹാത്മ്യം ഗീതാപാരായണത്തിൻ്റെ ആദ്യവും അവസാനവും പാരായണം ചെയ്താൽ മുൻപറഞ്ഞ ഫലം ലഭിക്കുന്നതാണ്. ഭഗവാന്റെ ഈ ഗീത പഠിക്കുന്ന സമയത്ത് ആദ്യവും അവസാനവും പഠിച്ചു കഴിഞ്ഞാൽ അവസാനം പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഫലം കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ പഠിക്കാൻ സമയം കിട്ടുമ്പോൾ അനുസരിച്ചിട്ട് ആദ്യം പഠിച്ച ശേഷം പിന്നെയും പഠിക്കാം, ഒന്നുമില്ല. നമ്മുടെ സൗകര്യമായി ചെയ്യുക. ഭഗവാൻ പറയുന്നതായ ആ കൃത്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ അനുഷ്ഠിച്ചു വന്നാൽ പൂർണ്ണ ഫലങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. ഇതുകൊണ്ട് ഇപ്പോൾ 24 ഗീതാ മഹാത്മ്യം പഠിച്ചാലുള്ള അതുണ്ടാകാനുള്ള അതിൽ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ 24 ശ്ലോകം കൊണ്ട് പറഞ്ഞു. അടുത്ത് ഭഗവത്ഗീത എങ്ങനെ ഭഗവത്ഗീത പഠനം പിന്നീട് തുടരാമെന്നുള്ളത് പറയാം. ഹരി ഓം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം.